ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ എന്താ ഏതാന്നൊക്കെ ഉള്ളത് ലാസ്റ്റിൽ മനസ്സിലാവും. നമ്മളെ വീട്ടിലൊരു സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒറ്റ വീഡിയോ അല്ല, ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ ഒന്നിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം എല്ലാം കൂടി ഓരോ വീഡിയോ ആക്കി കഴിഞ്ഞാൽ തീരെ ലെങ്ത്തും കാണില്ല. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്ത്തും കിട്ടും. എനിക്ക് പൊതുവേ ലോങ് വീഡിയോ അധികം അങ്ങോട്ട് ലോങ് ആവണത് ഇഷ്ടമല്ല കേട്ടോ. കാരണം കണ്ടിരിക്കുന്നവർക്കൊരു ബോറടി ആയിരിക്കും എന്നൊരു തോന്നലാണ്. ഇത് പിന്നെ അത്യാവശ്യം ലോങ് ആണ്. പിന്നെ സംസാരിച്ച് വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂത്തമ്മാനെ കൊണ്ടാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, വയനാട്ടിലേക്ക്. അപ്പോൾ നമ്മൾ വയനാടുള്ള മൂത്തമ്മാനെ കൊണ്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മൂത്തമ്മ എന്തിനാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തമ്മാൻ്റെ മക്കളൊക്കെ കാനഡയിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മൂത്തമ്മ പോവുകയാണല്ലോ. അപ്പോൾ പോകാനുള്ളൊരു മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പം നമ്മളാണ് മിക്കവാറും അല്ല, നമ്മൾ തന്നെയാണ് മുത്തമ്മാനെ വയനാട് പോയി കൊണ്ടുവരല്. മുത്തമ്മ ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് കാനഡയിൽ. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നതും കൊണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഞങ്ങൾ വയനാട് ഒരു രാവിലെ നേരത്തെ ഒരു 7 മണി ആ ഒരു ടൈമിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. പൊതുവേ നമ്മുടെ നാട്ടിലെ തണുപ്പുള്ളൊരു ടൈമല്ലേ ഇപ്പോൾ രാവിലെ. അപ്പോൾ അവിടെ എത്തിയ ടൈമിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. കൊണ്ടുപോകാൻ വേണ്ടി പോണത് ഞാനും അനുമോനും നിഷാക്കിയും ഉമ്മയാണ് കേട്ടോ. അപ്പോൾ വേറെ ആരും പോരാത്തത് വേറെ ഒന്നുമല്ല, കാറിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരുപാട് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 ആളിൽ ഒതുക്കി. ഇതാണ് മൂത്തമ്മാൻ്റെ വീട് കേട്ടോ. ഞങ്ങളൊരു ഉച്ച ആവുന്നതിന് മുൻപേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചെന്ന പാടെ അനുമോനും ഷാക്കിയും പെട്ടെന്ന് തന്നെ TV ഒക്കെ ഇട്ട് അതിന് മുൻപിൽ ഇരുന്നിട്ടുണ്ടായിരുന്നുണ്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് സ്നാക്സും ചായയും മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വന്ന പാടെ തന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചു. എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടോ. പിന്നെ അതേ നമ്മൾ അവക്കാഡോ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഈ ഒരു മരത്തിൽ ഫുൾ അവക്കാഡോ ഉണ്ടോ, അതിൻ്റെ പൂക്കളുണ്ട്. പിന്നെ ചെറിയ കായ്കളായിട്ട് വലിയ കായ്കൾ ഫുൾ അതാണ്. ഈ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന പഴം എന്ന് പറയുന്നത് ഈ ഒരു അവക്കാഡോ ആണ്. മുത്തമ്മാൻ്റെ വീട്ടിലുള്ളതല്ല കേട്ടോ ഞാൻ കാണിച്ചത്. മാമൻ്റെ മരുമകളെ വീട് തൊട്ടടുത്താണ്. അപ്പോൾ ആ വീട്ടിലാണ് ഈ ഒരു അവക്കാഡോ. മുത്തമ്മാൻ്റെ വീട്ടിൽ 2 മരമുണ്ട്, പക്ഷെ അത് ഇപ്രാവശ്യം എന്തോ കായ്ച്ചിട്ടില്ല. ജസ്റ്റ് കണ്ടപ്പോൾ ആ ഒരു കൗതുകം കൊണ്ട് അങ്ങനെ വീഡിയോ എടുത്താണ്ട്. അത് മൂത്തിട്ടും കാര്യങ്ങളൊന്നുമില്ല, ചെളമ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ആ ഒരു പഴം. അത് കഴിച്ചിട്ടില്ലെങ്കിലും അതിങ്ങനെ മുറിക്കാനും അതിന് സ്കൂപ്പ് ചെയ്തിങ്ങനെ സ്പൂൺ വെച്ചിട്ട് എടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതേ നമ്മൾ മൂത്തമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അടുക്കലും പെറുക്കലൊക്കെ തുടത്തിയിട്ടുണ്ട്. ഇത് എനിക്ക് മൂത്തമ്മ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ച കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. വെള്ളപ്പത്തിൻ്റെ ചട്ടിയുണ്ട്, പിന്നെ നമ്മളെ ചെറിയ കുഞ്ഞി കുടുക്കുണ്ട് കേട്ടോ. ഈ ഒരു കുടുക്ക പാല് കാച്ചലിൻ്റെ അന്ന് പാല് കാച്ചാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചാണ്ടോ മൂത്തമ്മ. എന്തായാലും മൂത്തമ്മ പോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സങ്കടമായി അതൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഇത് അനുമോൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അതൊക്കെ. അനുമോൻ എങ്ങനെയാണ് അവിടെ ഫ്രണ്ട്സ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഞാനില്ലാതെ സുനീറാൻ്റെ കൂടെ അനുമോൻ കുറച്ച് ദിവസം വയനാട് പോയി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഉണ്ടായ ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫുഡായിട്ട് മൂത്തമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറാണ്. അതിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ അതേ ഒരു സ്പെഷ്യലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പന വിരകിയതാണോ. ഇത് നമ്മളെ പനയുടെ പൊടി വെച്ചിട്ട് ഇങ്ങനെ വിരകി എടുക്കുന്ന ഒരു സംഭവമാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലുവ പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സേമിയ പായസം കണ്ടപ്പോൾ നമ്മൾ പണിയൊക്കെ അവിടെ ഇട്ട് ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടു. പിന്നെ നമ്മൾ മൂത്തമ്മ ഇപ്രാവശ്യം കാനഡയിൽ പോകുന്നത് വീട് വാടക കൊടുത്തിട്ടാണ്. അപ്പോൾ വീട് വാടകയ്ക്ക് എടുക്കുന്നത് ഇതേ ഒരു മാഷാണ്, അവിടെ അടുത്തുള്ള സ്കൂളിലുള്ള മാഷാണ് കേട്ടോ. അപ്പോൾ അവർ ജസ്റ്റ് വന്നു പോകാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമ്മളെ മൂത്തമ്മ അവിടെ തൊട്ടടുത്തൊരു വിമൻസ് ഹോസ്റ്റലിൽ വാർഡനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പിള്ളേരാണ്. ഓലും യാത്രയാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നതാണ്. വരുന്നവരൊക്കെ ഓരോ ഗിഫ്റ്റും കാര്യങ്ങളും കൊണ്ടാണ് വരുന്നത്. അവരിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിൻസിപ്പളും ഒരു ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറൊക്കെ ഒരു മാസത്തെ എന്ത് പരിചയമുണ്ടോ മുത്തമ്മാൻ്റെ അടുത്ത്. പക്ഷെ എന്നാലും നല്ല സ്നേഹത്തിലായിരുന്നു. വന്ന വളരെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലാണ് ടീച്ചർ നിൽക്കുന്നത്. ഒരു ഹോസ്റ്റലിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു പരിചയം കൊണ്ടാണ്ടോ ഇതേ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതേ 2 നൈറ്റിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഈ ഒരു ബ്ലൂ നല്ലോണം ഇഷ്ടമായി. ഗ്രീൻ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല, പക്ഷേ ബ്ലൂ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പെൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ചുരിദാറായിരുന്നു. അത് മൂത്തമ്മ ജസ്റ്റ് കൊണ്ടുപോയി മാറ്റി സാരി ആക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു നമ്മളെ സെറ്റ് സാരിയൊക്കെ പോലുള്ള ഒരു സാരി മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ മിസ്സായി പോയിട്ടോ. പിന്നെ ഇതേ വെറുംചോറും വെണ്ടക്കക്കറിയും മീൻ പൊരിച്ചതും അങ്ങനത്തെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ബാക്കി വന്ന ഫുഡ് ഇതേ ഒരു പട്ടികൾക്ക് കൊടുത്തിട്ടോ. മുത്തമ്മ സ്ഥിരം ഫുഡൊക്കെ കൊടുക്കുന്ന പട്ടികളാണ്. ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവറ്റ് അവിടെ നിന്ന് പോകാറില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടോ മുത്തമ്മ. പിന്നെ നല്ല സങ്കടമായി, കാരണം മുത്തമ്മ പോയി കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളും ഒന്നും കിട്ടൂലല്ലോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ടായിട്ടുണ്ടോ. കാരണം ഒരു വീട് അടച്ച് പോരുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് വാടകയൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ക്ലീൻ ആക്കണ്ടേ. അപ്പം നല്ല പണി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തൊട്ടടുത്ത് നമ്മളെ സജിനത്ത് ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് അയൽവാസി കണ്ടോ. അപ്പോൾ ആളടുത്തൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി.
നല്ല അടിപൊളി താത്തയാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി തരും കേട്ടോ. നമ്മൾ മൂത്തമ്മ ഇല്ലാത്ത ടൈമിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടെ ഫുഡ് റെഡി ആയിരിക്കും. അത്രയും അടിപൊളിയാണ്. അപ്പോൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി മുഖത്തിൻ്റെ കോലൊന്നും നോക്കണ്ട, ആകെ അലങ്കോലമൊക്കെ ഉണ്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ രാത്രിയല്ലേ വിചാരിച്ചിട്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടാതെ ഉണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വാടകക്കാർ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി ഒതുക്കി വെക്കാണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് നമ്മളെ മേക്കപ്പ് ഇളകിയത് കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് തേയിലത്തോട്ടത്തിലും കാര്യങ്ങളൊന്നും ഇറങ്ങി ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നല്ല വെളിച്ചം, നല്ല വ്യൂവും കാര്യങ്ങളും സമയം ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് അവിടെ എത്തുന്നത് വരെ ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയും ഫോട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ. തിരിച്ചു വരുന്ന വഴി ഇറങ്ങാമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങാൻ പറ്റിയൊരു സാഹചര്യം കിട്ടിയില്ല. പിന്നെ ചക്ക വണ്ടി നിർത്തിയതുമില്ല. അങ്ങോട്ട് പോകുമ്പോൾ എടുത്തുകൂടായിരുന്നേന്നൊരു ചോദ്യം ചോദിച്ചു. പിന്നെ നമ്മളിതേ കുറച്ച് ചുരം പകുതി ആയിരുന്ന ടൈമിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് ചുരം കയറി കഴിഞ്ഞാൽ താഴെ എത്തണം എന്തെങ്കിലും കുടിക്കണമെങ്കിൽ. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുകിലൊക്കെ ആയിട്ട് കടകളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല. ഞാൻ ആ ഒരു ടൈമിൽ ഉറങ്ങി എണീറ്റ ടൈമാണ്. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി കുറേ വൈകിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൂത്തമ്മ വന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രിയാണ് ഈ ഉള്ളിതൊലിയും പരിപാടിയൊക്കെ ഇടാം. ഞാൻ ഉള്ളി തൊലിക്കുന്ന ടൈമിലൊന്നും എത്തിയിട്ടുണ്ടായില്ല. കുറച്ച് ക്യാരറ്റ് മാത്രമേ ഞാൻ തോല് കളഞ്ഞിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഫംഗ്ഷൻ നടക്കുന്നത്. നിഷാക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ. ആൾ ഫുഡൊക്കെ കഴിച്ച് പോയി. ഇതേ ഞാനും ഫുഡ് കഴിച്ചു. മോനും ഒക്കെ ചായ കുടിക്കുന്ന പരിപാടിയിലാണ്. ചായ കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. അവിടെ ഒരു ടേബിൾ ഇടാം, പുറത്തൊരു ടേബിൾ ഇടാം, ഇവിടെ ഒരു ടേബിൾ ഇടാം. മൊത്തത്തിൽ എത്ര ടേബിളാ? ഇവിടെ ഒരു ടേബിൾ ഇടാം. 8 ടേബിൾ ഇടണം. കൈ കഴുകാൻ വെള്ളം അവിടെ. അപ്പൊ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ പോകാം. വരുന്ന ആൾക്കാർക്ക് ഫ്രൂട്ട്സ് എവിടെ കട്ട് ചെയ്തേക്കാം? സിറ്റ് ഔട്ടിലാണോ? ഫ്രൂട്ട്സ് സിറ്റ് ഔട്ടിന്റെ ഒരു എൻഡിൽ വെക്കാം. ആ ടീ പോയി എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ എവിടെ ഒരു എൻഡിലോ അല്ലെങ്കിൽ സെൻട്രലായിട്ട് വെക്കാം. ഓക്കെ. വീഡിയോഗ്രാഫർ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര തിരക്കിലാണ്. അടുത്ത ആള് നീയാണോ ഈ ഉള്ളി വെട്ടിയത്? അമ്പടി സൗദ. ഇന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഭയങ്കര വിറ്റുള്ളൊരു ചടങ്ങാണ്. സർപ്രൈസ് ആയിട്ടുള്ളൊരു ചടങ്ങാണ്. ചടങ്ങിന്റെ മെയിൻ ആളെ കാണുമ്പോഴാണ്, ആളെവിടെയെന്ന് അറിയുമ്പോഴാണ് സർപ്രൈസ്. ആളിവിടെ ഇല്ല. നമുക്കങ്ങനെ പരിപാടി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. ഇന്നത്തെ പരിപാടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മോനും അറിയുന്ന പോലെ തന്നെ ഇന്നത്തെ പരിപാടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണിത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളെ ജാസിൻ്റെ വയറുകാണൽ ചടങ്ങാണ്. മുത്തമ്മാൻ്റെ മരുമോളെ വയറുകാണൽ ചടങ്ങ്. അപ്പോൾ ആളിവിടെ അല്ല, കാനഡയിലാണ്. വയറവിടെയും ഫംഗ്ഷൻ ഇവിടെയാണ്. അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്നിങ്ങനെ പ്രത്യേകം പറഞ്ഞത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തുടത്തിയിട്ടുണ്ട്. ഇതേ പന്തലുകാർ വന്നിട്ടുണ്ട്. പന്തൽ കെട്ടുന്ന പരിപാടിയിലൊക്കെയാണ്. അത്യാവശ്യം ആളുണ്ട്, അതുകൊണ്ടാണ് പന്തലും കാര്യങ്ങളൊക്കെ കേട്ടോ. അടുക്കളയിൽ ചെന്നപ്പോൾ സുനീറ നല്ല പണിയിലാണ്. ബിരിയാണിക്കുള്ള മല്ലിച്ചപ്പും പുതിന അങ്ങനത്തെ കാര്യമായിരുന്നു. അപ്പോൾ പുറത്ത് ചെന്ന ടൈമിൽ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അടുപ്പും കാര്യങ്ങളൊക്കെ പുറത്താണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിലധികം അങ്ങനെ തന്നെയാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും പുറത്താണ് അടുപ്പൊക്കെ സെറ്റ് ചെയ്യുന്നത്. സൈനമ്മയാണ് ബിരിയാണിയുടെ മസാലയൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഫുൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ബീഫിലേക്കുള്ള തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുകയാണ്. എല്ലാം ഫുൾ റെസിപ്പി ഒന്നും നമുക്ക് എടുക്കലും നടക്കൂല. നമുക്ക് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വന്ന് എടുക്കണമെന്നുള്ളൂ. ഞാൻ ഫുള്ള് തട്ടിക്കൂട്ടി പുറത്തുള്ള പണികളാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അടുക്കളയിലുള്ളതൊന്നും നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ മുറ്റടിക്കുക, അടിച്ചു വരെ തുടക്കുക, അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഇതേ ഓടിപ്പോയി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കും. ഇത് ബീഫാണല്ലോ, ഞാൻ തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ കാണിച്ചിട്ടുണ്ടായില്ലേ, ആ ഒരു ബീഫാണല്ലോ. അതിലേക്ക് ഒരുപാട് ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ്, ആ ഒരു വെപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അടിപൊളിയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മൂത്തമ്മാൻ്റെ മോനാണ്ടോ, ആളിവിടെ ഉണ്ടായില്ല, ദുബായിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്നതാണ്. ഇനി ഞങ്ങളെ നെക്സ്റ്റ് പുതിയാപ്പിളമാരെന്ന് പറയുന്നത് ഓനും മോനും ഒക്കെ ഉണ്ടോ. ഞങ്ങളുടെ നെക്സ്റ്റ് അടിച്ചുപൊളി കല്യാണത്തിൻ്റെ പ്രതീക്ഷ ഓലാണ്. ഓല കല്യാണമാണ് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ വിഷയത്തിൽ നിന്ന് തെന്നിമാറി വീണ്ടും നമ്മളിത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഞാനല്ല ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് കുറച്ച് ജ്യൂസ് ഞാൻ അവിടെ നിന്ന് അടിച്ച് ഞാൻ പെട്ടെന്ന്
തന്നെ അവിടുന്ന് സ്കിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബീഫ് ഞാൻ വന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് വറ്റി നല്ല അടിപൊളി ഗ്രേവി ആയിട്ടാണ് നമ്മൾ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ സുനീറാനെ വന്ന് നോക്കിയപ്പോൾ ആൾ സാലഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് ക്രമത്തിലൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് പൊതുവേ പിന്നെ എല്ലാവരുടെ അടുത്തും വർത്താനം പറഞ്ഞിരിക്കുക അതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. എല്ലാവരും ചെറുക്കന്മാർ വരുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാം. അങ്ങനെ ഐറ്റംസിനോട് ഒപ്പം ഇരിക്കാനാണ് എനിക്കിഷ്ടം. പണിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഞാനത് ഇങ്ങനത്തെ പണിയൊക്കെ ഞാനങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് അടിച്ചു വാരി തുടക്കുക, മുറ്റടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്ടോ. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. വാങ്ങിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കണ്ടവരൊക്കെ അടിപൊളി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വിരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയായി നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ റൂം കാണാൻ തന്നെ വേറൊരു ലെവലായിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാറ്റം കാണാൻ കഴിയും. അത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചപ്പോഴുള്ള ഭംഗിയും പിന്നെ ഒരു വൈറ്റ് വിരിച്ചപ്പോഴുള്ള ഭംഗിയും വേറെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ റൂമെല്ലാം സെറ്റ് ചെയ്ത് റൂം സ്പ്രേ ഒക്കെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ക്യാരറ്റ് ജ്യൂസ് അപ്പോഴത്തേക്കും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വലിയൊരു അണ്ടാവിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാനുള്ളത് അതും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജാസിൻ്റെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവർക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ഇത് ഏകദേശം തിരക്കൊക്കെ ആയി തുറത്തിയിട്ടുണ്ട്. നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ വരാനുള്ളവരോ കുറച്ച് ദൂരത്തു നിന്നായതുകൊണ്ട് തന്നെ വരുന്നുള്ളൂ. പാലക്കാട് നിന്നൊക്കെയാണ് വരാനുള്ളത്, കോയമ്പത്തൂരിൽ നിന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്നുള്ളൂ. ഫ്രൂട്ട്സ് ഒക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെ അതങ്ങോട്ട് ഏൽപ്പിച്ചു. പിന്നെ ഇവർ വന്ന പാടെ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തൊക്കെ ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി വന്ന് ചടങ്ങ് കഴിയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. ക്യാരറ്റ് ജ്യൂസ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഷേക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയും തിക്കായിട്ടാണ് ആ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നത്. അങ്ങനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ വന്നവർക്ക് നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലെ തുടക്കത്തിൽ എൻ്റെ സൗണ്ടും ഹാഫ് ടൈം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സൗണ്ടും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ശരിക്കുള്ള എൻ്റെ സൗണ്ട് ഇതൊന്നും ആവില്ല. ഇപ്പോൾ കുറച്ച് നമ്മളെ സൗണ്ടിൻ്റെ പ്രശ്നം ഒന്ന് ചെറുതായിട്ട് നോർമലായി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് വീണ്ടും സൗണ്ട് കൊടുത്തത്. ആദ്യം നമ്മൾ സൗണ്ട് കൊടുക്കുന്ന ടൈമിൽ നല്ല ഇടങ്ങേറുണ്ടായിരുന്നു. സൗണ്ടിൻ്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീഡിയോസ് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളതൊന്നും കാര്യമാക്കാതെ വീഡിയോ ഇടുന്നത്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ സൗണ്ട് പഴയ പോലെ ആവും. അതെനിക്കറിയാം. എന്നാൽ നമുക്ക് സൗണ്ട് കൊടുത്ത് വീഡിയോ ഇടാതെ രക്ഷയില്ല. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം എൻ്റെ സൗണ്ടിൻ്റെ കാരണത്താൽ ആരും വീഡിയോ സ്കിപ്പ് അടിച്ച് കാണരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് സൗണ്ടിൻ്റെ പ്രശ്നം അതൊരു രോഗമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ തുടത്തുന്നതിന് മുൻപാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സൗണ്ട് ഇങ്ങനെ പോകുന്നതാണെങ്കിൽ ഈ ചാനൽ തുടത്തൂലായിരുന്നു. കാരണം നമുക്ക് ആകെ വേണ്ടത് സൗണ്ടാണ്. അതില്ലാതെ പിന്നെ നമ്മൾ എന്തും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സൗണ്ടിൻ്റെ പ്രശ്നം കാരണം സ്കിപ്പ് അടിച്ച് പോയത് 2x ജസ്റ്റ് അങ്ങനെ 2x കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ എല്ലാവർക്കും നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ എത്തിച്ചു. ഇനി ഈ ഒരു വീഡിയോൻ്റെ അവസാനം നമുക്ക് വൻ സർപ്രൈസ് ഉണ്ട് കേട്ടോ. എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണാം കേട്ടോ. അങ്ങനെ ഇതേപോലെ പാലക്കാട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരും കൂടിയും എത്തിയിട്ടുണ്ട്. നിറയെ ബേക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറയെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പെട്ടികളുണ്ടായിരുന്നു ബേക്കറി. അതായത് ഇങ്ങനെ വയറ് കാണുന്ന ചടങ്ങിന് വരുമ്പോൾ ഇതുപോലെ ഒരു ചടങ്ങുണ്ട്. മധുരം കൊണ്ടുവന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണ്. ഒരുപാടുണ്ടായിട്ടോ. പല അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ബേക്കറികളും പിന്നെ ജിലേബി, ലഡു അങ്ങനെയൊക്കെ. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എന്തൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതും എന്തൊക്കെയാണ് അതിലുള്ളതെന്നൊക്കെ ഉള്ളത് വീഡിയോൻ്റെ ലാസ്റ്റിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പെട്ടികളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് റൂമിലേക്ക് വാങ്ങി അങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതല്ലാതെ വേറൊരു ചടങ്ങും കൂടി ഉണ്ട്. അത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോലെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് ആ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇരുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ചടങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ. പൊതുവേ നമ്മൾ സ്ഥലങ്ങൾ വ്യത്യാസമാണെങ്കിൽ അവിടുത്തെ ചടങ്ങുകളും നല്ല വ്യത്യാസം ഉണ്ടാവും. ഇവർ പാലക്കാട്, കോയമ്പത്തൂർ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ചടങ്ങുകളിൽ നല്ല വ്യത്യാസമുണ്ട്. അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുക്കന്മാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചടങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വേറെ ചടങ്ങ്, ഓരോ നാട്ടിൽ വേറെ ചടങ്ങ്, അങ്ങനെ ഓരോ സ്ഥലം മാറ്റം വരുമ്പോഴും ചടങ്ങുകൾക്ക് പല പല വ്യത്യാസങ്ങൾ വരും. നമ്മളെ നാട്ടിൽ ഇതുപോലെയൊന്നുമില്ല. എന്നാൽ ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചെയ്യും. അങ്ങനെ ഓരോ നാട്ടിൽ വേറെ, അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനിൽ സർപ്രൈസ് ഉണ്ട്. പിന്നെ കോമഡി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഈ ഒരു വയറുകാണൽ ചടങ്ങ് ശരിക്കും ആരെ വെച്ചിട്ടാണോ നടത്തേണ്ടത്, ആളിവിടെ അല്ലല്ലോ, ആ ഒരു ഇത് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞോട്ടോ. കാരണം ജാസ് ഇവിടെ അല്ല, പിന്നെ ഓല ഇവിടെ വരുത്തിയിട്ട് ഈ ഒരു ചടങ്ങ് നടക്കൽ എന്തായാലും നടക്കൂല. അപ്പം നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫംഗ്ഷൻ അവർ നടത്തി. അതായത് ജാസിൻ്റെ വീട്ടുകാർക്കും നമുക്കും എല്ലാവർക്കും ഒരു ഫംഗ്ഷൻ ആയില്ലെങ്കിലും
ഇത് നമ്മൾ നടത്തി. ഇനി അവിടെ കാനഡയിൽ വെച്ചിട്ട് ഒരു വളകാപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കും കൂടാൻ പറ്റില്ല, ഇവിടെ ഓൽക്കും കൂടാൻ പറ്റില്ല, അത്രേ ഉള്ളൂ മാറ്റിട്ട്. പിന്നെ നമുക്ക് ഫുഡായിട്ടുണ്ടായിരുന്നത് മട്ടൻ സുർബിയാനിയും പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ബീഫ് വരട്ടിയതും ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചത്, വെറുംചോറ്, പിന്നെ മോര് കറി, അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ 3 ഐറ്റം സെറ്റായിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. കഴിച്ചാലൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ഫുഡ് കഴിക്കണ ആ ഒരു ടൈം, പിന്നെ ഈ ഒരു പരിപാടി നടക്കണ ആ ഒരു ടൈമിലൊക്കെ അവിടെ നട്ട പാതിരയാണ്. എന്നാലും ജാസ് ഭയങ്കരമായിട്ട് അതിങ്ങനെ വെയിറ്റ് ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് പിന്നെ അതെല്ലാം മെസ്സേജ് ചെയ്ത് അറിയുന്നുണ്ടായിരുന്നു. പരിപാടിയുടെ ഇടയിൽ എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എൻ്റെ അടുത്തൊന്നും ഉണ്ടായില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ എന്തൊക്കെയായി എവിടെ വരെ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത്രേ അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്, കാരണം അത്രയും റിസ്ക് എടുത്ത് ആൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമായി. ഭയങ്കര ഇതായി ആൾക്ക്, ഭയങ്കര ഇതാണ് ഫുഡ് പരിപാടി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ജാസ് എന്ന് പറയുന്നത് മൂത്തമ്മൻ്റെ മരുമകളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ മുൻപ് ഇങ്ങനെ കാണുന്നവർക്ക് മനസ്സിലാവും ആരാണ് എന്താണെന്നൊക്കെയുള്ളത്. ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ അത് അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഒരു പാക്കും വെറ്റിലയും ഒക്കെ ഒരു ട്രയൽ വെച്ചിട്ട് അതിൽ ഈ ഒരു സാരി വളകാപ്പിന് ജാസിന് ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സാരിയും പിന്നെ ഒരു സ്വർണ്ണ കോയിനും കൂടി മുത്തമ്മൻ്റെ കയ്യിൽ ഇങ്ങനെ ജാസിൻ്റെ അത്ത ഏൽപ്പിക്കണ ആ ഒരു ചടങ്ങാണ് ഒന്ന്. പിന്നെ അതേ ഒരു സാരി പിടിച്ച് നിൽക്കുന്ന 2 ആള് ജാസിൻ്റെ നാത്തൂനും പിന്നെ അനിയത്തിയാണ് കേട്ടോ. പിന്നെ മൂത്തമ്മാക്കും ഉമ്മാക്കും ഓരോ സാരി ഉണ്ടായിരുന്നു, അതുകൂടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ ഒരു സെൽഫി ഒക്കെ എടുത്തതാണ്. മിൻസിയാൻ്റെ അടുത്ത്, അതായത് ജാസിൻ്റെ അനിയത്തിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ നല്ല കമ്പനിയുണ്ട്. അതായത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഞങ്ങൾ ജാസിൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവിടെ പോയി 2 ദിവസം 3 ദിവസമൊക്കെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിച്ച് പൊളിച്ച് കുറേ ദിവസം ഞങ്ങൾ ഇവിടെ ഒന്നിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കമ്പനി ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്ത സർപ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെ കുഞ്ഞാവ പറയാതെ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കണ ആ ഒരു ടൈമിൽ പെട്ടെന്നായിരുന്നു ആ ഒരു എൻട്രി. ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയിട്ട്, സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ അറിഞ്ഞിട്ടുണ്ടായില്ല അവൻ വരുന്ന കാര്യം. ആരോടും വീട്ടിൽ ഒരാളോട് പോലും സൂചിപ്പിക്കാതെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ശരിക്കും ഷോക്കായി, കാരണം ഒരാളോ 2 ആളോ അല്ല, വീട്ടിലുള്ളവർ മാത്രമല്ല, ഫുൾ ഫാമിലി എല്ലാവരും ഇരിക്കുകയാണ് അവൻ കയറി വന്നത്. ഞങ്ങൾക്ക് നല്ല ഷോക്ക് തന്നെയായിരുന്നു. ഷോനിക്ക് ഞങ്ങൾ അറിഞ്ഞു എന്നുള്ളൊരു ചെറിയ സംശയം തോന്നിയതുകൊണ്ട് തന്നെ ഓല് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ഈ ഒരു വീഡിയോ യാദൃശികമായിട്ട് എനിക്ക് കിട്ടിയാണ്ടോ. ഈ ഒരു വീഡിയോഗ്രാഫർ വേറെ ആരുമല്ല, അമ്മോൻ്റെ പേരക്കുട്ടിയുണ്ടോ. അതുവരെ ഫോൺ ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് വീഡിയോ എടുത്ത് അങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ ഓളിൻ്റെ അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കണ വീഡിയോ ഞാൻ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. കറക്റ്റ് എന്തായാലും ഞങ്ങൾ ആ ഫുഡ് കഴിക്കണ ആ ഒരു ടൈമിലാണോ വന്നത്. ആ ഒരു അവൻ്റെ എൻട്രി കറക്റ്റ് ഓൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് മാത്രമല്ല, ബാക്കി എല്ലാവരെയും എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം ഓൾ കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മോനുവിൻ്റെയും സുനിറാനെയും മാത്രം കിട്ടിയില്ല, ബാക്കി എല്ലാവരും ഓൾ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. ആ ഒരു കാര്യത്തിൽ അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തു. അവിടെ അവൾക്ക് ആ ഒരു ബുദ്ധി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഫുൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ കിട്ടില്ല. ഞാൻ റീലും കാര്യങ്ങളൊക്കെ ആക്കി വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് നല്ല ഇഷ്ടമായി. കാരണം ആ ഒരു ടൈമിങ്ങിലുള്ള ആ വീഡിയോ എല്ലാം കവർ ചെയ്ത് സെറ്റാക്കി എടുത്തു തന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഫുഡ് കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡൊന്നും വേണ്ടിയിരുന്നില്ല. ഇങ്ങനെ മോനെ അവിടെ ആക്കി തന്ന അനുമോൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. കാരണം അനുമോൻ എന്നോ തുടത്തിയിരുന്നു എന്നാ വരിക എന്നുള്ള ചോദ്യം. ജസ്റ്റ് ഒരു സൂചനകൾ തന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു മന്തിൽ വരും എന്നുള്ളതൊരു സൂചന നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നാന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സർപ്രൈസ് ആയിപ്പോയി. പരിപാടിയൊക്കെ പിരിച്ചിട്ട് എല്ലാവരും കൂടെ ഒതുങ്ങി കുറച്ച് ആൾക്കാരായപ്പോഴത്തേക്കും ഞങ്ങൾ പ്ലാനിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, പരിപാടി കഴിഞ്ഞ് നേരെ ട്രിപ്പ്. എങ്ങോട്ടാ പറഞ്ഞേ? എങ്ങോട്ടാ? കാഞ്ഞിരപ്പുഴ. ഇറങ്ങിക്കോട്ടെ, അതിന് മുന്നേ നമുക്ക് പോയി. ട്രിപ്പ് എന്നൊക്കെ പറയാനായിട്ട് തോന്നുന്നു നമ്മൾ എവിടേക്കോ പോവുകയാണെന്നുണ്ട്. വേറെ എവിടെയല്ല, നമ്മൾ കാഞ്ഞിരപ്പുഴക്കാണ് പോകുന്നത്. അപ്പോൾ കാഞ്ഞിരപ്പുഴ പാർക്കിലേക്കല്ല നമ്മൾ പോണത്. നമ്മൾ അതിൻ്റെ തൊട്ട് ബാക്കിലൊരു പ്ലേസ് ഉണ്ട്, അത് അടിപൊളിയാണ്. ഇരുമ്പകച്ചോല എന്ന് പറയും. അവിടെ അധികവും നമ്മൾ സേവ് ദ ഡേറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഷൂട്ട് അതിനൊക്കെയാണ് എല്ലാവരും പോകാറ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കാഞ്ഞിരപ്പുഴ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, കുട്ടി മുതൽ വലുപ്പം വരെ നമ്മളിങ്ങനെ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. ഈ ഒരു ഇരുമ്പകച്ചോല ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഈ ഒരു പരിപാടി നടക്കുന്നത് 2-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് 6-ാം തീയതി നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിലെ കപ്പിൾസാണ് ഈ മുൻപിൽ പോണത്. അപ്പോൾ ആളെ നമ്മളൊന്ന് ജസ്റ്റ് പൊക്കിയതാണോ. ബ്രൈഡ് ടു ബി ഷൂട്ടിന് വേണ്ടിയിട്ട് കാഞ്ഞിരപ്പുഴ വന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ അതുവരെ വന്നിട്ട് ഓളെ എടുക്കാതെ പോകാന്ന് പറയുന്നത് ഭയങ്കര മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ ഓനെയും കൂട്ടി അവിടെ ചെന്ന് ഓളെ എടുത്ത് നേരെ ഇരുമ്പകച്ചോല വിട്ടു. അവിടെ കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് തോന്നുന്നു ഇങ്ങോട്ട് പാളിപ്പോയിട്ടോ. ആ ഒരു പ്ലാന് ഇരുമ്പകച്ചോല പോയാലും നടന്നില്ല. അവിടെ എന്തോ പ്രശ്നമായിട്ട് അങ്ങനെ കയറാൻ പറ്റിയില്ല. അങ്ങനെ നേരെ ഞങ്ങൾ വെറുതെ ഒരു
ലൈറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്താ ഉണ്ട്, ഒരു പള്ളിയുടെയൊക്കെ മുൻപിൽ ഒരു സംഭവത്തിൽ പോയി അങ്ങനെ കയറി നിന്ന് ഒരു വീഡിയോ ഫോട്ടോ എടുത്ത് ജസ്റ്റ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ. കാരണം കാണാൻ മാത്രം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല, ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി ഓരോ ചായയൊക്കെ കുടിച്ച് നമ്മൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയ ശേഷം നമ്മൾ രാവിലത്തെ പെട്ടികളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാനുണ്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ രാത്രി കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കേട് വരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ബേക്കറിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുകയും വേണം. നമ്മളിത് പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് ഓരോരുത്തർക്കുള്ളത് നമുക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ രാത്രി തന്നെ ഇത് ഏതൊക്കെയെന്നൊക്കെ നോക്കി വെച്ചാൽ രാവിലെ ഒന്നുകൂടി എളുപ്പമല്ലേ. അങ്ങനെ ഞങ്ങളതൊക്കെ അൺബോക്സ് ചെയ്തു. ഇതുപോലുള്ള ബേക്കറി ഐറ്റംസ് ആയിരുന്നു. മുറുക്ക്, പിന്നെ നമ്മൾ പൂവടയുടെ പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടമായി. അതിൻ്റെ ഉള്ളിൽ തേങ്ങ വറുത്ത് അങ്ങനത്തെ എന്തോ സംഭവം. പിന്നെ ലഡു, ജിലേബി, ഇതൊക്കെ ജാസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണോ. ചിപ്സ് അങ്ങനെ എന്തൊക്കെ ഐറ്റംസാണ്, അത് കാനഡയിൽ കൊണ്ടുപോകാനാണ്. പിന്നെ ഇതുപോലെ എല്ലാ ബോക്സ് പഴം ഉണ്ടായിരുന്നു, 2 ബോക്സ്. പിന്നെ അങ്ങനെ അതൊക്കെ ഞങ്ങൾ സെറ്റാക്കി അൺബോക്സ് ചെയ്ത് പിറ്റേ ദിവസത്തെ കുഞ്ഞാവ വന്ന് പെട്ടി അൺബോക്സ് ചെയ്യാനുണ്ടോ. ഫുൾ ഒരു പെട്ടി അൺബോക്സിങ്ങും കാര്യങ്ങളും അങ്ങനെ സ്പെഷ്യൽ ഡേകളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് ഒരു വീഡിയോ ആക്കിട്ടോ. പിന്നെ ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടണ്ടല്ലോ. സാധാരണ ഞാൻ ലോങ് വീഡിയോ ഒക്കെ 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 20 അങ്ങനെ അതിൽ കൂടുതലില്ല എൻ്റെ വീഡിയോസ് ഒന്നും. ഇത് കുറച്ച് അങ്ങോട്ട് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം വീഡിയോയും കാര്യങ്ങളും കയ്യിലുണ്ടായിരുന്നു. എല്ലാം ഒരു ദിവസം ഗ്യാപ്പിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസത്തെ വീഡിയോ ആക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാണ്ട് ചെയ്യണത്. അങ്ങനെ ഇതേ പെട്ടിയൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആൾ കാർഡ്ബോർഡിൻ്റെ പെട്ടിയൊന്നും കൊണ്ടുവരില്ല, മടിയാണെന്ന് പറഞ്ഞങ്ങാണ്ട് ഇതുപോലെ ട്രോളി ബാഗാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അധികം ഒന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. മിഠായികളായിരുന്നു കൂടുതലും. ആ മിഠായികളൊക്കെ കുനാഫ ചോക്ലേറ്റ് അല്ലാത്ത എല്ലാ മിഠായികളും നമ്മൾ ഒന്നിച്ച് ബെഡിൽ കൊട്ടിയിട്ട് അങ്ങോട്ട് പാക്ക് ചെയ്യാണ് എല്ലാവർക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള സ്പ്രേ കാര്യങ്ങൾ അങ്ങനെ 1-2 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലോഷനുകൾ ഉണ്ടായിരുന്നു, ഞാൻ ലോഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ഈ കാണിക്കുന്ന ഐറ്റംസ് മിഠായികളൊക്കെ ഉണ്ടോ. ഈ ഒരു ഫെറാറോ ഉണ്ടായിരുന്നു, അതും ആർക്കും നമ്മൾ കൂടുതൽ എല്ലാവർക്കും കൊടുക്കാനും അങ്ങനെ എടുത്തിട്ടില്ല. ഫുൾ കൊടുക്കണ മിഠായി, ബാക്കി എല്ലാ മിഠായി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അനുമോൻക്കും സച്ചുവിനും ഒരു റിമോട്ട് ജീപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ പോലെ കയ്യിൽ കൊടുത്ത പോലെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ഒതുക്കി നിർത്തിയേക്കാണ്. പിന്നെ ഇതിലുള്ള 1-2 മിഠായികളും ഓൻ്റെ ആർക്കൊക്കെയോ കൊണ്ടുവന്നതാണ്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു കിക്കാറ്റിൻ്റെ ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അത് തികച്ചും മോൻ പേഴ്സണലായിട്ട് ആർക്കോ കൊണ്ടുവന്നതാണ്ടോ. അതങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. പിന്നെ ബദാമും പിസ്തയൊക്കെ ഓരോ പാക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഓരോരുത്തർ എനിക്കോരോ പാക്കറ്റ് ഉമ്മാക്കിയിട്ട് ഓരോ പാക്കറ്റ് അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റേത് ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു മറിയത്തിൻ്റെ ബോഡി ലോഷൻ കൊണ്ടിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബോഡി ലോഷനാണ് അവൻ കൊണ്ടുവന്നിട്ടില്ല, സ്പ്രേകളല്ല, ബോഡി ലോഷനാണ് കൂടുതലായിട്ടും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഷാക്കാക്ക് വാച്ച്, മോനുവിന് വാച്ച്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മൾ മിഠായി എല്ലാം ഇതുപോലെ അങ്ങോട്ട് കൊട്ടി വെച്ചിട്ടാണ് എല്ലാവർക്കും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഫാമിലിയിൽ എല്ലാവർക്കും പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മിഠായി എല്ലാം നമ്മളങ്ങനെ പൊട്ടിച്ച് അതിലേക്കാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടത്തി. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു മുട്ടായി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ബേക്കറി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ഇതെല്ലാവർക്കും നമ്മളിത് ഓരോരുത്തർക്കായിട്ട് ടേബിളിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടാണ് എല്ലാവർക്കും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോ പാക്കിലാക്കുന്നതോടൊപ്പം തന്നെ അമ്മ മിഠായിയും കുഞ്ഞാവ കൊടുക്കുന്നത് ഓരോ പാക്കിലാക്കി എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഈ ഒരു ബേക്കറി നമുക്ക് കൊടുത്തുവിടാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. എല്ലാം എങ്ങനെ എന്താ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു തിരക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല. അതിനാണ് രാത്രി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് രാവിലെ ഇതുപോലെ പാക്ക് ചെയ്തത്. അതാവുമ്പോൾ നമ്മൾ നല്ല സമാധാനത്തിൽ ചെയ്യാനും പറ്റും. രാവിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതായിരുന്നുണ്ട് പണി. ഈ ഒരു പാക്കിംഗ് വീഡിയോയോട് കൂടി വീഡിയോ അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നുണ്ടോ. പക്ഷേ എന്താ ചെയ്യുക, ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ ഗസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓല് വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതും കൂടി അതിലങ്ങോട്ട് ഉൾപ്പെടുത്താന്നുള്ളത്. ഗസ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ ഫാമിലി തന്നെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ പട്ടാമ്പിയിലേക്ക് പോയ 1-2 വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കല്യാണത്തിന് പോയ വീഡിയോസും പിന്നെ നമ്മൾ വെറുതെ പോയി വരുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവരാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവ പട്ടാമ്പിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൊറോണ ടൈമിൽ സാനിറ്റൈസറിൻ്റെയൊക്കെ ബിസിനസ് ആയിരുന്നുണ്ട്, മാസ്കിൻ്റെ സാനിറ്റൈസറിൻ്റെ അതിൻ്റെയൊക്കെ ബിസിനസ് ആയിരുന്നു അവർക്ക്. അപ്പോൾ അവരുടെ കൂടെയായിരുന്നു കുഞ്ഞാവനെ പോലെ ഒരു മകനായിട്ട് തന്നെയാണോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓലെ മക്കളിൽ ഒരാൾ അത്രയേ ഉള്ളൂ ഉണ്ടായിരുന്നത്. ഫുൾ അവിടെ പോയി നോമ്പ് ഫുൾ അവിടെ ആയിരുന്നുണ്ട് ഓന്. അങ്ങനെ നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നു ഓനക്ക് അവിടെ. അങ്ങനെ എന്തായാലും ഞങ്ങൾക്കൊരു പുതിയ ഫാമിലിനെയും കൂടി കിട്ടിയെങ്കിൽ ഇവരെ നല്ലവർ അനിയന്മാരും ഏട്ടന്മാരും ഒക്കെ കുഞ്ഞാവൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണ്. ഒരു ഫാമിലിയിലുള്ള പോലെ തന്നെയാണ് ഓനോട് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ
ഒരു 3 മക്കളാണ് ഓൽക്കുള്ളത്, 3 പെൺകുട്ടികളാണ്. ഇവരും സർപ്രൈസ് ആയിട്ട് വന്നതാണ്ടോ. അവർ സിനാൻ വന്നത്, സിനാൻ എന്ന് പറയുന്നത് കുഞ്ഞാവേണ്ടോ, അവൻ ശരിക്കുള്ള പേരാണ്. പോയി സിനാന്ന് വിളിക്കുക. സിനാൻ വന്നത് അറിയാതെ വന്നതാണ്ടവർ. ഞങ്ങളും അറിഞ്ഞിട്ടുണ്ടായില്ല. എത്താനായപ്പോഴാണ് അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വന്ന് പോയി എന്നല്ലാതെ ഒരു ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നിൽക്കാൻ പറഞ്ഞു. ഒരു നിന്നില്ല. എന്തായാലും ഞങ്ങളതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രോസ്റ്റും പൊറോട്ടയൊക്കെ കൊണ്ടു അങ്ങോട്ട് കഴിച്ചിട്ടോ. അവരോട് കുറേ പറഞ്ഞു നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടാണ് നിൽക്കാൻ വേണ്ടിയിട്ട് ഓല് നിന്നില്ല. നമുക്ക് പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓല് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പിറ്റേ ദിവസം നമുക്ക് നല്ല അടിപൊളി റെട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാല് ചെറുതായിട്ട് ടൈൽസിലൊന്ന് വഴിക്ക് കാലിന് ചെറിയൊരു ചതവും കാര്യങ്ങളൊക്കെ പറ്റി. ഹോസ്പിറ്റലിൽ പോയി അതൊക്കെ കെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്കും മൂത്തമ്മാൻ്റെ പോക്കിനുള്ള സംഭവങ്ങളൊക്കെ ഒരിക്കൽ തുടത്തി. കാരണം പിറ്റേ ദിവസം മൂത്തമ്മ പോവുകയാണ്. ഒക്കെ ഒരു എടിപിടി എന്നുള്ള സംഭവങ്ങളായിരുന്നു. 1-ാം തീയതി പരിപാടി, 2-ാം തീയതി പരിപാടി, 3-ാം തീയതി പരിപാടി, അങ്ങനെ അടുപ്പിച്ച് പരിപാടികളാണ്. അപ്പോൾ രാവിലെ മൂത്തമ്മ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോകാനുള്ള അരഞ്ഞാണോ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. കുട്ടിക്കുള്ളത് അപ്പോൾ ഇതേ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. വേറെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പോകാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് അത് പറ്റിയില്ല. കാല് ചതവായതുകൊണ്ട് തലേ ദിവസം തന്നെ എനിക്ക് കാലിന് ഇങ്ങനെ ഒരു പണി കിട്ടി. ഇനി പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം കാലും തൂക്കി വണ്ടിയിൽ അങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ കാലിന് നീരോ കാര്യങ്ങളുണ്ടെങ്കിൽ പിറ്റേ ദിവസം കല്യാണത്തിന് കൂടാൻ പറ്റൂലേ എന്നുള്ള ചെറിയൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു. കൊച്ചിക്കാണ്, അതുകൊണ്ട് തന്നെ അത്രയും ദൂരം നമ്മൾ കാല് തൂക്കിയിട്ട് ഇരിക്കണ്ടേ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്രാവശ്യത്തെ പോക്ക് അങ്ങോട്ട് ക്യാൻസലായി. പിന്നെ അതേ മൂത്തമ്മയും അമ്മയും ഷാക്കിയും സച്ചുമാണ് പോണത്. അതുപോലെ 3 മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇവർ പാലക്കാട് ജാസിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടേ പോകുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.